കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിൻ ആത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.
ശോഭിതത്തിൽ നാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുവാൻ ഭക്തർ ഭവനെ ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്യുന്നനി വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ വാർത്തരത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ ലോകമായയിൽപ്പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥനായി അല്പായുഷ്കാലമീ ലോകത്തിൽ
ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോൾ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ. കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടണം. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ. മർത്യന്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. मम्मी ये इलेक्ट्रिसिटी बिल दे रही हूँ पेटीएम से। सुन, तू मुझे सिखा दे, कल को तेरी शादी हो गई. ചാഞ്ചാടുന്നു. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത്, കണ്ണിൻ്റെ ഭംഗിയും മായമായ. കൊട്ടാരമായാലും വിട്ടേ മതിയാവും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ. കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം
മുൻപേ തീർപ്പാൻ പോയി. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമോഖം തൻ രാജേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും. ആ വീട്ടിൽ മൃത്യുവിനില്ലോർ വഴി. 10,000 കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദം. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ബിനോയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. ഇതിൻ്റെ ഒരു ഭാഗത്ത് ചെയറിട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങൾക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റ് സൈഡിലൂടെ എല്ലാവരും മൃതദേഹം കണ്ട് പോകണം. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തെക്ക് ഭാഗത്തു കൂടി ആളുകൾ കണ്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവരും സഹകരിക്കണം. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കണ്ട് കിഴക്കോട്ട് പോവുക, അതായിരിക്കും ഒരേപടി നല്ലതെന്ന് പറയുന്നു. അതെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. എല്ലാവരും ലൈനായിട്ട് ഇപ്പോഴും ലൈനായിട്ട് നിൽക്കണം. ആരും പ്രയാസപ്പെടുത്തരുത്.
ജനമേ എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ എല്ലാവരും സഹായിക്കണം. വീണ്ടും നമ്മുടെ കാണും വേഗം നമ്മൾ കൊണ്ടുവരാം. കർത്തൻ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം. ശരി. അവിടെ വീട്ടുകാർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അവരുടെ തലഭാഗം പടിഞ്ഞിട്ട് വരണം. ആരെങ്കിലും ആ ബാഗ് എടുത്തിട്ട് വാ. എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം. അങ്ങോട്ട് ഇറങ്ങണ ബാക്കർ ഇനി ഇവരെ അങ്ങോട്ട് പ്രശ്നിക്കണം. ഫ്രണ്ടിലേക്ക് നടക്കും. ടേബിള് പറയും. അവിടുന്ന് ആളുകളൊന്ന് ബാക്കിലേക്ക് ഇറങ്ങി അതവിടെ വെച്ചില്ലേ? ഇങ്ങോട്ട് നിൽക്കണം. ഇങ്ങോട്ട് വരണം. യെസ്, ആരും ബഹളം ഉണ്ടാക്കാതെ ഒരു ആളുകള് ശരി. ഇനി നമ്മുടെ ആളുകള് ശരി തിരക്കുണ്ടാക്കരുത്. ആളുകൾ മാറിയിരിക്കണം. തിരക്കുണ്ടാക്കരുത്.
ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്. ശരി, ഇനി മതി മതി. അത് കുഴപ്പമില്ല, കുറച്ച് നേരം കാണുന്നില്ലല്ലോ, നമ്മൾ സ്ഥായിയായിട്ട് വെക്കണമല്ലോ. അവിടെ നിന്നാ മതി. ഇനി ആളുകൾ കണ്ടുപോകട്ടെ. ആ മുഖം കാണിച്ചു കൊടുക്ക്, മുഖം കാണിച്ചു കൊടുക്ക്. ഈ കണ്ട ആളുകൾ മാറി നിൽക്കുക. കസേര എടുക്കണം. അധികം കടത്തരുത്, അധികം കടത്തരുത്. ഇത് കസേര ദയവ് ചെയ്ത് കണ്ടു കഴിഞ്ഞവർ മാറി നിൽക്കേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. കണ്ടവർ മാറി നിൽക്കണം. വൈഫിനെ കൊണ്ടുപോയി. ഹലോ, നമ്മൾ കണ്ടവരൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ദിനാളുടെ മാതാപിതാക്കന്മാരൊക്കെ വരുന്നുണ്ട്. അവർക്കത് ഇരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. സ്ഥലമുണ്ട് അവരുണ്ട് തന്നോട്ടെ. മാതാപിതാക്കന്മാരെ ഒന്ന് കടത്തി വിടണം. അവരൊന്ന് ഇരിക്കാനുള്ള ക്രമീകരണം ചെയ്യണം. ആ മാതാപിതാക്കളെ ഇങ്ങോട്ട് കടത്തി വിടണം. നിങ്ങളുടെ മാതാപിതാക്കളൊന്ന് മുൻപോട്ട് വരണം. ദയവേത് ബിനോയുടെ മാതാപിതാക്കൾ അവര് തിരുവല്ലേന്ന് പറഞ്ഞാണ്, അവരെ കടത്തി വിടണം. എല്ലാവരും സഹകരിക്കണം. ബിനോയുടെ മാതാപിതാക്കൾ ഇങ്ങോട്ട് വരണം. ഹലോ, ദയവ് ചെയ്ത് നിങ്ങൾ സൈഡിലുള്ള ഒരു കണ്ടവരൊന്ന് മാറി നിൽക്കണം. നിങ്ങൾക്ക് ഈ ബോർഡൊന്നും എടുക്കേണ്ടതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സൈഡിലുള്ളവർ മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബാക്കി അധികം ആൾക്കാർ കാണേണ്ടതുള്ളത് കൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സൈഡിലുള്ളവർ മാറണം. സൈഡിലുള്ളവർ മാറി തന്നെ പറ്റുള്ളൂ. ഈ സൈഡിലുള്ളവർ ദയവ് ചെയ്ത് മാറണം. എല്ലാവരും കണ്ടവരെല്ലാം എല്ലാവരും കടന്നു പോകുന്ന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. സമയം വളരെ മുൻപോട്ട് പോയി നമ്മളിവിടെ ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ സംസാരങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. സ്ത്രീകള് വേഗം കണ്ടുപോകണം. സ്ത്രീകൾ വടക്ക് ഭാഗത്തുകൂടെ കടന്നു പോകണം. സ്ത്രീകൾ വടക്ക് ഭാഗത്തുകൂടെ കടന്നു പോകണം. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് കടന്നു പോകണം. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് കടന്നു പോകണം.
എല്ലാവരും സഹകരിക്കണം. സഹോദരി ഭാര്യനെ അവിടെ ഇരുത്തും. ഒരു ഭാഗത്ത് നമുക്ക് അവസാനം കാണിച്ചു കൊടുക്കാം. ഭാര്യനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരവിടെ ഇരിക്കട്ടെ. അല്ല അവിടെ ശ്രദ്ധിക്കുക, മരണാനന്തര ശുശ്രൂഷകളോട് ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നവർ നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിൽ മുന്നേറത്ത് പിരിഞ്ഞുപോയ ബിനോഷ് തോമസിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നോക്ക് കാണുവാനും ഔദ്യോഗികാരം അർപ്പിക്കുവാനുമായി നൂറുകണക്കിന് ആളുകൾ ഇവിടെ സന്നിധികളായി കൊണ്ടിരിക്കുകയാണ്. അവരെ സൈലന്റായി നിങ്ങൾക്ക് കാണുവാനും ഔദ്യോഗികാരം അർപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ ഈ സംസ്കാര ശുശ്രൂഷയോടുള്ളതാകുന്ന ബഹുമാനാർത്ഥം നമ്മൾ ശബ്ദമുണ്ടാക്കാതെ ഇവർ സഹകരിക്കണമെന്നുള്ളത് ബലവനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇവിടുത്തെ പരിമിതികൾ മനസ്സിലാക്കി അവർ ശ്രദ്ധിക്കണമേ, സഹകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗാനത്തോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നു. ഓട്ടം തികച്ചു ഓട്ടം തികച്ചു രാജൻ പറന്നീടം ഞാൻ മാറൂപമായി പരമേശു രാജൻ സന്നിധം ദൂരസംഗമാകരെ
സദസന്നതരായി നീടുന്നു ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാളായി കാണാനാശയാൽ കാത്തിരുന്ന എന്റെ പ്രിയനെ നാളായി കാണാനാശയാൽ കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാർവോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാർവോടണഞ്ഞിടുമേ ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സാരസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തറ പുരുഷാലേ നഗരമതേ കൈകളാൽ തീർക്കപ്പെടാത്തറ പുരുഷാലേ നഗരമതേ സദാകാലം ഞാൻ മാനവാട്ടിയായി പരലോട് കൂടെ വാഴുവേ സദാകാലം ഞാൻ മാനവാട്ടിയായി പരലോട് കൂടെ വാഴുവേ ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സാരസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഓട്ടം തികച്ചു ഞാനും ഓട്ടം തികച്ചു സ്വർഗേ പരം നീടും മാറോടാനായി പരനേശു രാജൻ സന്നിധോ പരം നീടും ഞാൻ മാറോടാനായി പരനേശു രാജൻ സന്നിധോ ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സാരസന്നദ്ധരായി നീടുന്നു ശുഭ്രവസ്ത്രധാരിയായി എന്നെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.
സങ്കീർത്തനങ്ങൾ 90 പാസ്റ്റർ സാം കെ ജോൺ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. ഇനി ബിനോയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. ബോഡി ഇനി ഇങ്ങനെ വെക്കാൻ കഴിയില്ല, നമുക്ക് ബോഡി വേണം കൊണ്ടുപോകേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം കാണണം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായി ആകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന് പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇപ്പോൾ പാസ്റ്റർ സന്തോഷ് മാസു പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരികയാണ്. പ്രത്യേക കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, വേർപാട് എപ്പോഴും കർത്താവെ അത് ദേശത്തിനും ഭവനത്തിനും കർത്താവ് ദുഃഖത്തിലാണല്ലോ കർത്താവ്. എന്നാൽ ദൈവിക സാന്നിധ്യത്താൽ കർത്താവ് നിയന്ത്രിക്കുമാറാകണമേ. ഓരോരുത്തരും ആശ്വാസം ദൈവം കൊടുക്കുമാറാകണമേ. തൻ്റെ കർത്താവ് ബന്ധുമിത്രാദികളെ, ചർച്ചക്കാര്, കർത്താവ് ദേശനിവാസികളെല്ലാം കർത്താവ് ആശ്വാസം പകർന്നു കൊടുക്കുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ശുശ്രൂഷകരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കാലാവസ്ഥ നിയന്ത്രിക്കുന്ന സ്തോത്രം എല്ലാ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. എല്ലാവരെയും കർത്താവ് ഒരു പ്രാവശ്യം കൂടി തിരുക്കരങ്ങളിലേക്ക് നൽകിത്തരുന്നു. ആശ്വാസദായകനായ ദൈവത്തിന്റെ കരം ഇവിടെ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടി ഇരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം. നല്ല പിതാവേ. ബിനോയ് തോമസ് വിട്ട് പിരിഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അദ്ദേഹം ഇവിടെ ആയിരുന്ന ആ സന്ദർഭത്തിൽ ബദേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഫെലോഷിപ്പ് സെന്റർ പാലയായി ഗുരുവായൂർ ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ഇവിടെ കഴിയുവാനിടയായി തീർന്നിട്ടുള്ളത്. ആ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ കുര്യാക്കോസ് ചക്രവാക്കുകൾ ബിനോയെ കുറിച്ച് ചില വാക്കുകൾ ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ ബിനോയ് തോമസിനെ കുറിച്ച് ഇത് കഴിഞ്ഞിട്ടില്ല, എല്ലാം സഹകരിക്കണേ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ ബോഡി ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റി ഇതുപോലെ തന്നെ കൊണ്ടുപോയി സെമിത്തേരിയിൽ ചെന്ന് അവിടുത്തെ അന്തിമ ശുശ്രൂഷകൾ കഴിഞ്ഞ് ബോഡി സംസ്കരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ മഞ്ചയിലേക്ക് അത് മാറ്റുന്നത്. അതുവരെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് സഹകരിച്ച് മൗനമായി നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും നമ്മുടെ പ്രിയ സഹോദരൻ ബിനോയ് തോമസ് കഴിഞ്ഞ 5-ാം തീയതിയാണല്ലോ കോവിഡിൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോകുകയായി തീർന്നത്. ഈ
നിങ്ങളുടെ പിതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ കൈവരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്ന് അല്പസമയം ഇരിക്കണമെന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു. സഹോദരൻ്റെ വേർപാട് നമുക്ക് വളരെ ദുഃഖം ഉളവാക്കുന്നതാണ്, വേദന ഉളവാക്കുന്നതാണ്. പിതകാല് ഞങ്ങളുടെ ചർച്ചിൽ വളരെ സൗമ്യനായ ഒരു സഹോദരനാണ് ബിനോയ്, അതുപോലെ ജനിത, ഈരാൻ, അതുപോലെ ആദി. ആ പ്രിയപ്പെട്ട കുടുംബത്തെ വളരെ ഓർക്കുമ്പോൾ വളരെ സൗമ്യനായ ഒരു സഹോദരനാണ്. പ്രിയ സഹോദരൻ്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖം ഉളവാക്കുന്നതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. വളരെ പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവസന്നിധിയിൽ അല്പസമയം ദൈവം കേൾക്കാൻ നമ്മൾ പോവുകയാണ്. അല്പസമയത്തിന് ശേഷം നമ്മൾ ഈ ബോഡി കുന്നംകുളത്തേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കും ശുശ്രൂഷയ്ക്ക് ശേഷം ഈ സമയത്ത് തമദാസൻ ലിബിനി ചുമ്മാർ ഒരു ദൈവിക സന്ദേശം ഒരല്പസമയം മാത്രം നമ്മളോട് സംസാരിപ്പടയായിത്തീരും. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും ബിനി തോമസിനോടുള്ള ബന്ധത്തിലല്ല, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ലഘു സന്ദേശം ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. വളരെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മൂലമായി നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. പ്രിയ ബിനോയ് തോമസിൻ്റെ ദേഹലോകത്തോടുള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന തൻ്റെ ഭാര്യ, സഹോദരി, തൻ്റെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സമീപവാസികളായിട്ടുള്ളവർ, തന്നെ സ്നേഹിച്ച് ദുഃഖാർത്ഥരായി ഇവിടെ കൂടിയിരിക്കുന്നതായിരിക്കുന്ന ദേശവാസികൾ ദുഃഖം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് വിതുമ്പിക്കൊണ്ട് ഇതിൻ്റെ ചുറ്റുപാടുകളായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ബിനോയ് തോമസിൻ്റെ ഈ ചരമം അതൊരകാല ചരമം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് ഇപ്പോൾ കഴിയും. കാരണം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദാരുണമായ ഒരു സാഹചര്യത്തിൽ തനിക്കുള്ളതായിരിക്കുന്ന ഇവിടുത്തെ വാസം പൂർത്തീകരിച്ച് താനിവിടെ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ബിനോയ് തോമസിനുണ്ടായത് അകാല മരണം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മരണപ്പെടേണ്ടിയിരുന്നില്ല, കുറച്ചു കാലം കൂടെ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടതാണ്. തനിക്ക് നിരവധി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരണത്തിന് വേണ്ടി താനെ ചില നാളുകൾക്ക് മുൻപ് ഇവിടം വിട്ട് താനെ വിദേശത്തേക്ക് കടന്നുപോയതാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്കൊന്നും സാക്ഷാത്കാരം കാണുവാൻ കഴിയാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തനിക്ക് തൻ്റെ കുടുംബത്തോട്, പ്രിയപ്പെട്ടവരോട്, ഈ ലോകത്തോട് എല്ലാം വിട പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നാം എല്ലാവരും അത് വളരെ വ്യക്തമായിട്ട് അറിയുകയാണ്. അദ്ദേഹത്തോടുള്ളതാകുന്ന ആദരക സൂചകമായി നിരവധി രാഷ്ട്രീയ മത നേതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, അതുപോലെ കേന്ദ്ര മന്ത്രി ഉൾപ്പെടെയുള്ളതാകുന്ന ആളുകൾ ഇവിടെ കടന്നു വരികയും അന്ത്യോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്തത് നാം കാണുവാനിടയായി. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വസിച്ചിരുന്ന വിശ്വാസ ആചാരങ്ങൾക്കനുസൃതമായിട്ടാണ് ബിനോയുടെ സംസ്കാര ശുശ്രൂഷകൾ ഇവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായി അറിയപ്പെടുന്ന ശലോമോൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അവിടെയല്ലോ എല്ലാ മനുഷ്യൻ്റെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് കണ്ട് ഗ്രഹിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതായിരിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ ബിനോയിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അദ്ദേഹം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് താൻ എത്തിച്ചേരേണ്ട ഇടത്തേക്ക് തൻ്റെ ആത്മാവ് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇനി വളരെ ബഹുമാനത്തോടുകൂടെ ഈ ഡെഡ് ബോഡി
സംസ്കരിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുൻപിൽ ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കണം, ഇതുപോലെയുള്ളതാകുന്ന ഒരു യാത്ര നമ്മുടെ മുൻപിലുണ്ട്. നാം ഓരോരുത്തരും ഒരു ക്യൂവിനകത്ത് നിൽക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ നറുക്ക് വീഴുന്നത് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഈ കൂടപ്പെട്ടവരിൽ അടുത്ത ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ഫ്ലക്സുകൾ കെട്ടേണ്ടി വരും, ഇതുപോലെയുള്ളതാകുന്ന ആൾക്കൂട്ടമുണ്ടാകും എന്നൊന്നും പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. പലരും പലവിധമാകുന്ന സ്വപ്നങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടലുകളൊക്കെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ എല്ലാം ചിന്തയിൽ ഇത് അകാല മരണമായിട്ട് മാറുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവം ബിനോയ് തോമസിന് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആയുഷ്കാലം അത് പൂർത്തീകരിക്കുക ആ വേളയിലാണ് ഇത് സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കുറിക്കപ്പെട്ടതാകുന്ന ആയുസിൻ്റെ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോയേ മതിയാകുകയുള്ളൂ. അതിന് പ്രായമില്ല. ശിശുവായിരിക്കുമ്പോഴും ബാല്യത്തിലും യൗവനപ്രായത്തിലും മധ്യവയസ്കനായിരുന്നാലും പ്രായാധിക്യമായാലും ഏത് സാഹചര്യത്തിലും ഇവിടെ നിന്ന് മരണം വഴിയായിട്ട് മാറ്റപ്പെടുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളത് കണ്ടുവരികയാണ്. 10 വയസ്സുകാരനും 5 വയസ്സുകാരനുമൊക്കെ മാറ്റപ്പെടുമ്പോൾ അതേ ഭവനത്തിൽ 85ഉം 90ഉമൊക്കെ വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴാണ് തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് സുനിശ്ചിതമായിരിക്കുന്ന കാര്യമാണ്. എപ്പോൾ വരും, അതിന് എപ്പോൾ നമ്മൾ വിധേയപ്പെടേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാതെ ഉള്ളത്. എപ്പോൾ മരണം വന്ന് വിളിച്ചാലും അതിന് കീഴ്പ്പെടേണ്ടവരാണ്. അതിന് നീക്കിവെക്കുവാനുള്ളതാകുന്ന സംവിധാനങ്ങളൊന്നും ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രസക്തമായിരിക്കുന്ന 2 ചോദ്യങ്ങൾ, അത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ളതാണ്. ഒന്നാമത്തേത്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെയാണ്? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെയാണെന്നുള്ളതിന് മറുപടി പറയുന്നത് ശലോമോനാണ്. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരും. അത് ബിനോയ് തോമസിൻ്റെ ആത്മാവ് അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ഭൗതികമാകുന്ന ശരീരം, അത് പൊടിയാണ്, മണ്ണിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് ഇത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേർക്കുക എന്നുള്ളതാകുന്ന ഒരു കാര്യമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് ദൈവത്തെങ്കിലേക്കും ശരീരം മണ്ണിലേക്കുമാണ് മടങ്ങിച്ചേരുന്നത്. ഇവിടെ കൂടപ്പെട്ടതായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഞാനും നിങ്ങളുമൊക്കെ മണ്ണാണ്, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. മണ്ണ് ഭക്ഷിച്ച് മണ്ണിനെക്കുറിച്ചുള്ള അറിവ് നേടി മണ്ണിലേക്ക് തിരികെ ചേരുന്ന വ്യക്തിത്വങ്ങളാണ്. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണ് നാം കഴിക്കുന്നത്. മണ്ണിൽ നിന്നുള്ളതാകുന്ന അറിവുകളാണ് നമ്മൾ നേടുന്നത്. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് മണ്ണിലേക്ക് തിരികെ ചേരുന്ന അനുഭവം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ശ്രീ യേശു ക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാമത്തെ ദിവസം മരണത്തെ തോൽപ്പിച്ച് താൻ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. തന്നെയുമല്ല, തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ നിരവധി പേരെ താൻ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ചതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം
അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് മനുഷ്യനെ നിത്യമായിരിക്കുന്ന 2 വാസസ്ഥലങ്ങളാണ് ശേഷിക്കുന്നത്. അതിലൊന്ന് നിത്യമായിരിക്കുന്ന സ്വർഗം എന്ന് പറയുന്നതും 2 നിത്യമായിരിക്കുന്ന നരകമെന്ന് വിശേഷിപ്പിക്കുന്നതാണ്. നരകവും സ്വർഗവും ഒക്കെ ഭൂമിക്കകത്താണ് എന്ന് പറയുന്നവർ ഇല്ലാതില്ല. അങ്ങനെയൊന്നും ഇല്ലാതെ വെറുതെ പറഞ്ഞ് പിടിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. എന്നാൽ അതൊരു നിത്യസത്യമായ യാഥാർത്ഥ്യമാണ്. മരണാനന്തരമായിട്ടുള്ളതാകുന്ന ചടങ്ങുകളൊക്കെ വിളിച്ചറിയിക്കുന്ന കാര്യം മരണത്തിന് ശേഷം ആത്മശാന്തിക്ക് വേണ്ടി എന്നുള്ളതാകുന്ന നിലവാരത്തിൽ മതങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. അത് തന്നെ വ്യക്തമാക്കുന്നത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ജീവിതം ബിനോയ് ഈ ഭൂമുഖത്തായിരുന്നപ്പോൾ ഉറപ്പാക്കുവാനിടയായി തീർന്നു. ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ശ്രീ യേശു ക്രിസ്തുവിനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് താൻ സ്വീകരിച്ച് ഒരു ദൈവ മകനായി, താൻ ദൈവ പൈതലായി താൻ മാറുകയും ആ ദൈവത്തെ താൻ സേവിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് താൻ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ തൻ്റെ ആയുഷ്കാലം പൂർത്തീകരിച്ചപ്പോൾ താനിവിടെ നല്ലൊരു ഭവനം കെട്ടിച്ചമയ്ക്കണമെന്നുള്ളതാകുന്ന ആഗ്രഹമൊക്കെ തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടി നല്ല ഒരു ഭവനം സർവേശ്വരൻ ഒരുക്കി ആ ഭവനത്തിനകത്തേക്ക് തന്നെ നേരത്തെ വിളിച്ച് ചേർക്കുവാനായിട്ടിടയായി തീർന്നു. സാധാരണ ഇങ്ങനെ പറയുന്നുണ്ട്, മുൻപേ പോയിടുന്നവർ ഭാഗ്യവാന്മാർ ആണ്. അതെ, ഇവിടെയുള്ളതാകുന്ന കഷ്ടതകളും ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾ, ദണ്ഡനകൾ, വേദനകൾ, മാനസിക തലത്തിലുള്ള പ്രയാസങ്ങൾ ഇതൊന്നും ഇല്ലാത്തതാകുന്ന നിത്യമായിരിക്കുന്ന ഒരു ഭവനത്തിനകത്തേക്ക് താൻ യാത്രയാകുവാനായിട്ടിടയായി തീർന്നു. ഇവിടെയുള്ളത് കൂടാരമാകുന്ന ഭവനമാണ്, അഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുവാൻ പ്രിയ ബിനോയ് തോമസിനെ സർവശക്തനായ ദൈവം കൃപ നൽകി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറത്തുള്ളതാകുന്ന ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ കുറിച്ചുള്ളതാകുന്ന അറിവ് നേടുകയും ആ നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തിയ ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക. അത് ഒരു മതമാറ്റമോ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിന്ന് മറ്റൊരു മാർഗത്തിലേക്ക് മാറുവാനോ ആവശ്യപ്പെടുന്ന ഒന്നല്ല. കാരണം ക്രിസ്തുവിടെ ഇതുവരെയും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ഒരു മതത്തിലേക്ക് ആളെ ചേർക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. താന് ഇവിടെ ഒരു മതമുണ്ടാക്കുവാനും അതിന്റെ നേതാവായിരിക്കുവാനും അല്ല വന്നത്. മാനവരാശിയുടെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിത്യശാന്തിയും സമാധാനവും നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടുള്ളത്. ആ കർത്താവായ യേശു ക്രിസ്തു സകലർക്കും സമാധാനങ്ങളും ആശ്വാസങ്ങളും നൽകി തരട്ടെ. പ്രത്യേകിച്ച് ഈ ദുഃഖത്തിൽ കഴിയുന്നതായിരിക്കുന്ന പ്രിയ ബിനോയ് തോമസിന്റെ ഭാര്യ, സഹോദരി, അവിടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും മനുഷ്യന്റെ വാക്കുകളൊന്നും ആശ്വാസം കൊടുക്കുവാൻ കഴിയുന്നതല്ല. വേർപാട് എപ്പോഴും വേർപാടാണ്, വേദനകൾ എപ്പോഴും വലിയ വേദനകൾ തന്നെയാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമാകുന്ന സമാധാനം കൊണ്ട് സർവേശ്വരൻ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. തുടർന്നും അവരെ ശേഷിക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം അവർക്ക് ശക്തി പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബദൽ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പ് സെന്റർ പാലുവായി ചർച്ചിലെ സഭാംഗമായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. കുന്നംകുളത്തുള്ള യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് എന്നതാകുന്ന നിലയിലും ഈ കുടുംബത്തോടുള്ളതാകുന്ന അനുശോചനങ്ങളും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഈ സംസാര ശുശ്രൂഷയിൽ വളരെയേറെ സഹകരണം കാണിച്ചതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ഇതിന് മുൻപിൽ നിന്നതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദികളെ കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിച്ച് 1-2 നന്ദി വാക്കുകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് എടുത്ത് കുന്നംകുളത്തുള്ളതാകുന്ന അടുപ്പുട്ടിയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തുള്ള വി നാഗൽ ബെറിയൽ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്.
അവിടെ വെച്ച് അവസാന ശുശ്രൂഷകൾ പൂർത്തീകരിച്ചതിന് ശേഷം അത് അവിടെ സംസ്കരിക്കുന്നതാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവറുകൾ, ഗുരുവായൂർ MLA NK അക്ബർ, മറ്റു ചാവക്കാട് കൗൺസിലർ അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, പോലീസ് അധികാരികൾ, നോർക്കയുടെ എംബസി അധികാരികളായിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ, കേരള സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിച്ച പോലീസിൻ്റെ അധികാരികൾ, ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ ചാവക്കാട് കൗൺസിലർമാർ, മറ്റു വിശിഷ്ട വ്യക്തികളൊക്കെ വളരെ MM വർഗീസ്, ജോസ് വള്ളുവർ, TN പ്രതാപൻ അവറുകൾ, മറ്റു സഹകരിച്ച നോർക്കയുടെയും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇന്നലെയും ഇന്നൊക്കെ ഇതിനോട് സഹകരിക്കുകയും ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ നല്ല നന്മകൾക്കും ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ അയൽവാസികളും ഇതിനോട് സഹകരിച്ച എല്ലാ സഹപ്രവർത്തകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ വാക്കുകളെ നിർത്തുന്നു. അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് പ്രിയ ഭാഗ്യനാഥ്, ഡെന്നി സഹോദരൻ, മറ്റു സഹോദരന്മാർ, കുവൈറ്റിലെ സാബു വ്യക്തികളൊക്കെയാണ് ഇതിനോട് ഏറ്റവും സഹകരിച്ചത്. ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയാവുവാൻ സഹകരിച്ച എല്ലാ അയൽവാസികളോടും, അബ്ദുൽ ഖാദർ മുൻ MLA അബ്ദുൽ ഖാദർ സാഹിബിനോടും മറ്റു അയൽവാസികളോടും മറ്റാരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും കർത്തൃനാമത്തിലുള്ള നന്ദിയും ചർച്ചിൻ്റെ പേരിലുള്ള കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥനെല്ലാം വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ബിനോയ് തോമസിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകൾ ഇവിടെ സമാപിച്ചിരിക്കുന്നല്ലോ. പ്രാരംഭ സമയം മുതൽ കർത്താവേ, നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും അവിടെ നിന്ന് കൂടിയിരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ആമേൻ മൃതദേഹവുമായി കുന്നോളത്തുള്ള ഈ നാഗൽ ബെറിയൽ ഗ്രൗണ്ടിലേക്ക് സമുദ്രത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് മുന്നമേ കർത്താവ് കടന്നു പോകണമേ. ഞങ്ങളുടെ വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. കൂടെ കടന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സൂക്ഷിക്കണമേ. നിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. പ്രാർത്ഥനയാചികടനായി സ്തോത്രം യേശുവേൻ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കണ്ടുപോയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആരെങ്കിലും ഇനി ബോഡി കാണുവാനുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട് നമ്മൾ ബോഡി ഇവിടുന്ന് എടുക്കാൻ പോവുകയാണ്. മോർച്ചറി ഇവിടുന്ന് ആംബുലൻസിലേക്ക് നീക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് അങ്ങോട്ട് നീക്കണം, സഹകരിക്കണം. ഇവിടെ നിന്ന് കുന്നോളത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ ആംബുലൻസിനെ എന്ത് ചെയ്തോ പിന്തുടർന്ന് പോകണം. ഇവിടുന്ന് പോകുന്നത് ബോഡി എടുത്തോ നമ്മളിവിടുന്ന് പോകുന്നത് പാലയൂർ പള്ളിയുടെ സൈഡിൽ കൂടെ മുതൂട്ടൂർ വഴി എന്ന് വടക്കാഞ്ചി റോഡിലേക്കാണ് പോകുന്നത്. യാത്ര ചെയ്യുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീനായി ബന്ധപ്പെട്ടോ നീടുന്നു. എൻ സ്വദേശം കാൺമദീനായി ബന്ധപ്പെട്ടോ നീടുന്നു. ആകെയൽപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം
കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം